മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്വന്തം മാസികയായ ഈ ഇസ്ലാഹിൽ നിന്നാണ്. ഇതില് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ലബ്ബാദാരിമി കടന്നു വന്നു എന്നും അദ്ദേഹം സത്യപ്രസ്ഥാനത്തിലെത്തിയെന്നും അദ്ദേഹം സന്തുഷ്ടനാണ് എന്നും വളരെ വിഖ്യാതമായി തന്നെ ഇതിൽ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ 14/10 ഇവിടെ തോട്ടുമുഖത്ത് നടത്തിയ പ്രസംഗം ലബ്ബാദാരിമിയെ കൊണ്ട് പ്രസംഗിപ്പിച്ചത് മുജാഹിദുകൾ അവരെ മണ്ഡലം സമ്മേളനത്തിന്റെ പ്രചരണത്തിനാണ്. സംവാദവും ചർച്ചയൊക്കെ തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ഫലം കാണുമെന്ന് ഞങ്ങൾ പണ്ടേ പറയാറുണ്ട്. അതാണിപ്പോ സംഭവിച്ചത്. ഏതായാലും ഞാനൊരു ഉറച്ച മുജാഹിദാണ് എന്ന് പറയുന്നതിൽ നമ്മുടെ മൗലവിക്ക് എന്തോ ഒരു പ്രയാസമുണ്ടോ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോവുകയാണ്. ആവട്ടെ, ഞാൻ അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല. നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു പ്രയാസത്തിന് ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ സ്ഥലമുണ്ട്, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിലേക്ക് എന്നെ മടങ്ങിപ്പോകണം. അല്ലാഹു ഹിദായത്ത് നൽകട്ടെ. ഇനി ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ മൂപ്പര് എന്താണ് പറയേണ്ടത് എന്ന് തന്നെ മറന്നുപോയി. ഇൻഷാ അല്ലാഹ് നമ്മൾ ചോദ്യം അങ്ങനെ തന്നെ വരും. തോട്ടുമുഖത്തുകാർക്ക് വേണ്ടിയാണ് അവരുടെ പ്രദേശത്ത് വന്ന് അവര് പ്രസംഗിച്ച വിഷയം അത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കും, അതിൽ യാതൊരു തർക്കമില്ല. പിന്നെ ഇവിടെ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. അതുപോലെ തന്നെ റഷീദ് സഖാഫിയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു. ശരി, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ആ രൂപത്തിൽ തന്നെ അത് ചർച്ച ചെയ്ത് തീർക്കാവുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാമല്ലോ, അതൊക്കെ വളരെ വ്യക്തമാണ്. എന്റെ സാധാരണക്കാരായ ജനങ്ങളോട് ഞാൻ പറയുന്നു, മുജാഹിദുകൾ അത് എവിടെ പ്രസംഗിച്ചാലും ഏത് വാദപ്രതിവാദം നടത്തിയാലും എല്ലാ സ്ഥലത്തും ശക്തമായ വഞ്ചനയും തട്ടിപ്പും മാത്രമാണ് നടത്തുക. നോക്കൂ നിങ്ങൾ, ഞാനൊരു ഉദാഹരണം പറയാം. കള്ളു കുടിക്കാൻ പാടില്ല എന്ന് ഇപ്പൊ എല്ലാവർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണല്ലോ. എല്ലാവരും അങ്ങേരിക്കും കള്ളു കുടിക്കാൻ പാടില്ല, അതൊരു സത്യമാണ്. പക്ഷെ എന്താണ് കള്ള്? അതും എല്ലാവർക്കും അറിയാം. കള്ള് എന്ന് പറഞ്ഞാൽ എന്താണ്, പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇടക്കാലത്ത് ഒരു ചങ്ങാതി വന്നിട്ട് പറഞ്ഞു, എല്ലാ മധുരമുള്ള വെള്ളത്തിനും പറയുന്ന പേരാണ് കള്ള്. അത് അദ്ദേഹത്തിന്റെ വകയിൽ സ്വന്തമായി ഒരു നിർവചനമുണ്ടാക്കി. എല്ലാ മധുരമുള്ള വെള്ളത്തിനും എന്തു പറയും? കള്ള് എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ എന്തുണ്ടായിന്നറിയോ? ഈ നിർവചനം പറഞ്ഞ് അയാൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഒരു ഹോട്ടലിൽ ഒരു സാധു മനുഷ്യൻ ചായ കുടിക്കുന്നു. അയാൾ ചായയാണ് കുടിക്കുന്നത്, കള്ളല്ല. അപ്പോഴതാ അയാളെ മുമ്പിലെത്തി, മോനെ, കള്ളു കുടിക്കാൻ പാടില്ലെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. തീനത്തുൽ ഖബാലാണ് കുടിപ്പിക്കപ്പെടുക, ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് ആയത്തുകൾ അങ്ങ് ഓതിയിട്ട് മോനെ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞു. ഇയാള് കള്ളാണോ കുടിക്കുന്നത്? ഇയാള് കള്ളാണോ കുടിക്കുന്നത്? അല്ല, ചായയാണ് കുടിക്കുന്നത്. അപ്പൊ കേരളത്തിലെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും എല്ലാ പുത്തൻവാദികളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചായ കുടിക്കുന്നവനോട് കള്ളു കുടിക്കരുത് എന്ന് ആയത്തോതുന്നത് പോലെ ഞങ്ങളോട് വന്നിട്ട് നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് പറയാൻ. ഞങ്ങളെ സൃഷ്ടിച്ച റബ്ബ്, ഞങ്ങളുടെ ഓരോ രോമങ്ങളും ഞങ്ങൾക്ക് തന്ന റബ്ബ്, ആ റബ്ബിനെയല്ലാതെ ഞങ്ങളുടെ ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം ആ റബ്ബിനെയല്ലാതെ ആരാധിക്കാനോ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥന അല്ലാഹുവോട് അല്ലാത്തവരോട് സമർപ്പിക്കാനോ ഞങ്ങൾ തയ്യാറല്ല. അത് ഞങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങൾ അടിയുറച്ചു പറയുന്ന കാര്യമാണ്. അതിലാർക്കാ തർക്കം? പിന്നെ ഓരോ ആളുകളോട് ഓരോന്ന് ചോദിക്കുമ്പോ അതിന്റെ സന്ദർഭത്തിനനുസരിച്ച് അത് മനസ്സിലാക്കും. ഉദാഹരണം പറയാം. ഈ മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ വിവരം പോലുമില്ല. ഇപ്പോ ഒരു മുഖ്യമന്ത്രിയോട് എന്നിട്ട് ഒരാൾ പറഞ്ഞു, എനിക്ക് വീട് വേണം. അതിന്റെ അർത്ഥം എന്താ? മുഖ്യമന്ത്രി ഇറങ്ങി വന്ന് അയാൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒരു വീടിന്റെ പണി തുടങ്ങണം എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, അയാളത് പാസ്സാക്കി തരണം എന്നാണ് അതിന്റെ അർത്ഥം. ഓരോരുത്തരോട് പറയുമ്പോൾ അതിനനുസരിച്ച് അർത്ഥം ഉണ്ടാവും. അപ്പൊ സ്വർഗം വേണമെന്ന് അള്ളാഹുവിനോട് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു നേരിട്ട് സ്വർഗം കൊടുക്കണം എന്നാണ്. അതേസമയത്ത് നബിതങ്ങളോട് ഒരാൾ പറയാണ്, എനിക്ക് നിങ്ങളൊന്ന് സ്വർഗം വാങ്ങിത്തരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിനെ പോലെ നിങ്ങൾ സ്വർഗം തരണമെന്നല്ല. അങ്ങനെ ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല. അതേസമയത്ത് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ സ്ഥാനമുള്ള ആളാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണം, നിങ്ങളൊന്ന് ശുപാർശ ചെയ്യണം, നിങ്ങളൊന്ന് ശഫാഅത്ത് ചെയ്യണം. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് സാധുക്കളായ ഞങ്ങൾക്ക് സ്വർഗത്തിലെത്താനുള്ള ഒരു ചാൻസ് നിങ്ങൾ ഒരുക്കി തരണം. അതും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അതാണ് സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്നത്. അതിനെ ശക്തമായി തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം ഈ മൗലയും അതിൽ കുടുങ്ങിപ്പോയല്ലോ എന്ന് ഞാൻ ആലോചിച്ചു പോകുന്നത്. അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. കുറച്ചൊക്കെ പഠിച്ച ആളുകൾ ഇങ്ങനെ കുടുങ്ങാൻ പാടുണ്ടോ? അപ്പൊ പഠിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പറഞ്ഞുതരാം. നോക്കൂ നിങ്ങൾ. ചോദ്യം ചോദിക്കുന്നതിനായി സുന്നി പക്ഷത്തു നിന്ന് ക്ഷണിക്കുന്നു. ചോദ്യം ശരിക്കും ശ്രദ്ധിച്ച് മറുപടി അങ്ങ് പറയുക.
പ്രസംഗം ഇവിടെ ആവശ്യമില്ല. തോട്ടുമുഖത്ത് പരാമർശിച്ച ഒരു വിഷയമാണ് ചോദിക്കുന്നത്. തോട്ടുമുഖത്തുള്ള പ്രഭാഷണത്തിൽ അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞത് മുഴുവനും വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും മാത്രമാകുന്നു. അതൊന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തെളിയിക്കുകയാണ്. ഞാൻ പറഞ്ഞു വച്ചല്ലോ, സ്വർഗം ചോദിക്കുന്ന വിഷയം. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വർഗം ചോദിച്ച സംഭവം വളരെ പ്രസിദ്ധമാണ്. കാരണം റബീഅ തങ്ങൾക്കറിയാം സ്വർഗം ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്. നബി തങ്ങൾ നേരെ കൊടുക്കുമെന്നല്ല, അള്ളാഹു ശുപാർശ ചെയ്ത് അതിനുള്ള ചാൻസ് ഒരുക്കി കൊടുക്കും നബി തങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ എന്റെ ഒന്നാമത്തെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ നിങ്ങളുടെ അടുക്കൽ സ്വർഗത്തിൽ ഉന്നത പദവി വേണം എന്ന് ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു. ഇത് ഇമാം മുസ്ലിം അവിടുത്തെ ഹദീസിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഈ ഹദീസിന് മറുപടിയായി തോട്ടുമുഖത്ത് ഈ മൗലവി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഇമാം തൊബ്രാനിയുടെ ഒരു ഇബാറത്ത്, ഒരു ഹദീസ് വായിക്കുന്നുണ്ട്. അസ്അലുക അൻ തദുഅല്ലാഹ ലി, എന്നോട് ദുആ ചെയ്യാനാണ് നബിയെ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ മാത്രമാണ്. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് എന്നെ സ്വർഗത്തിലെത്താൻ വേണ്ടി നിങ്ങൾ ദ്വാരിക്കണം എന്ന് മാത്രമേ ബഹുമാനപ്പെട്ട ആ സ്വഹാബി പറഞ്ഞിട്ടുള്ളൂ എന്ന് ദാരിമി തോട്ടുമുഖത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, ആ പറഞ്ഞ ഇമാം തൊബ്രാനിയുടെ ഹദീസ് അതാണല്ലോ ഈ ഹദീസിന് മറുപടിയായി നിങ്ങൾ പറഞ്ഞത്, അത് സ്വഹീഹാണോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. സ്വഹീഹാണെങ്കിൽ ആണെന്ന് പറയുക, ഇല്ലെങ്കിൽ അല്ല എന്ന് പറയുക. സ്വഹീഹാണെങ്കിൽ അതിന്റെ ഉപചോദ്യം, സ്വഹീഹാണെങ്കിൽ ആ തൊബ്രാനി ഇമാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ആ സനദിലെ പരമ്പരയിലെ മുഴുവൻ ആളുകളും യോഗ്യരാണ് എന്ന് ഈ തോട്ടുമുഖത്തുള്ള ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വ്യക്തമാക്കി കൊടുക്കണം. അത് നിങ്ങളുടെ ബാധ്യതയാണ്. തോട്ടുമുഖം പ്രസംഗമാണല്ലോ വിഷയം. അതുകൊണ്ട് ചോദ്യം ആവർത്തി. സഹോദരങ്ങളെ, ആദ്യമേ തന്നെ ഇവിടെ മധ്യസ്ഥൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ പരാമർശത്തെക്കുറിച്ച്, അതായത് സുന്നി മുജാഹിദ് സംവാദം അല്ല എന്ന് ഞാൻ പറഞ്ഞതിനെക്കുറിച്ച്. സുന്നി മുജാഹിദ് സംവാദം സുന്നികളുടെ ഭാഗത്തു നിന്നും മുജാഹിദിന്റെ ഭാഗത്തു നിന്നും വ്യവസ്ഥയിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇല്ല, സുന്നികളുടെ ഭാഗത്തു നിന്ന് മാത്രമേ ഉള്ളൂ, മുജാഹിദ് ഭാഗത്തു നിന്ന് വ്യവസ്ഥയിലില്ല. അതുകൊണ്ടാണ് ഞാൻ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറയാൻ കാരണം. പിന്നെ മുജാഹിദിലേക്ക് ഞാൻ കൂറുമാറിയതില് എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്നുള്ളതാണ്. അത് സുന്നി മുജാഹിദ് ഒരു ചർച്ച വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അതിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു കൊള്ളാം. പിന്നെ അദ്ദേഹം പറഞ്ഞത് മദ്യം, അതായത് മദ്യം കുടിക്കുന്ന, ചായ കുടിക്കുന്ന ഒരാളോട് നിങ്ങളെന്താണ് മദ്യം കുടിക്കുന്നത്, മദ്യം കുടിക്കരുത് എന്ന് പറയുന്നത് പോലെയാണ് എന്ന്. വളരെ ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. അവർ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് അവർ കുടിക്കുന്നത് ചായയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ അവർ കുടിക്കുന്നത് മദ്യമാണ് എന്നവർക്ക് അറിയാതെ പോയതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് മദ്യം തന്നെയാണ്, നിങ്ങളത് കുടിക്കുന്നത് ചായയല്ല എന്ന് പറയാൻ കാരണം. അള്ളാഹു ഖുർആനിൽ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു എന്നുള്ള ആയത്ത് ഇറക്കിയത് അന്ന് നിലവിലുള്ള ആ മദ്യത്തെക്കുറിച്ച് മാത്രമാണെന്ന് മുസ്ലിം ലോകം തെറ്റിദ്ധരിക്കും എന്നതുകൊണ്ട് തന്നെ ഖംറിന്റെ നിർവചനം എന്താണെന്ന് പിൽക്കാലത്ത് പണ്ഡിതന്മാർ എത്രയോ ഇജ്തിഹാദ് ചെയ്തുകൊണ്ടാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് എന്താണ് മദ്യമെന്ന് കൃത്യമായി നിർവചിച്ചുകൊണ്ട് ഇവിടെ പലതരത്തിലുള്ള മദ്യങ്ങളെയും നിരോധിക്കുകയുണ്ടായി. തെങ്ങിൻ കള്ള് നിഷിദ്ധമാണെന്ന് ഖുർആനിലില്ല. അപ്പോ അതുപോലെ തന്നെ പല മദ്യങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അത്തരം മദ്യങ്ങളൊക്കെ നിഷിദ്ധമാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഖിയാസിയായ ആ പ്രമാണം കൊണ്ട് തന്നെയാണ്. ഖുർആൻ ഒരു മദ്യത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കുടിക്കുന്നത് മദ്യം തന്നെയാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവ് നൽകാനാണ് സഹോദരന്മാരെ. പിന്നെ ഞാൻ ഉദ്ധരിച്ച ഹദീസ്, ത്വബറാനി ഇങ്ങനൊരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ത്വബറാനി ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ആ ഹദീസിൽ ഇതിന് സമാനമായ ആശയമാണുള്ളത്. മാത്രവുമല്ല ഹാഫിദ് മുൻദിരി ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ ഹദീസിന്റെ മുഖ്തസറായ ഭാഗമാണ് മുസ്ലിമിൽ ഉള്ളത് എന്ന് പറയുകയും ആ മുസ്ലിമിൽ ഉള്ള ആ ലഫ്ളുകൾ ഉച്ചരിച്ചുകൊണ്ട് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് ആ ഹദീസിന്റെ ഭാഗം ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ത്വബറാനിയുടെ ആ ഹദീസ് നിഷേധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളത് അംഗീകരിക്കും. നിങ്ങളത് നിഷേധിക്കുകയാണെങ്കിൽ നിഷേധിക്ക്. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്നാൽ ഇവിടെ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്നതിൽ അള്ളാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചു എന്ന് എവിടെയാണുള്ളത്? അസ്അലുക്കൽ ജന്ന എന്ന് ചോദിക്കണം. അങ്ങയോട് സ്വർഗം ചോദിക്കുന്നു. ഇവിടെ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആ